കൃഷ്ണദാസ് നോക്കൂ, അപ്പോൾ എല്ലാ സിംഹാസനങ്ങളും ഒരിക്കൽ കുലുങ്ങും എന്നതാണ് ചരിത്രത്തെ കൂടി ഉദ്ധരിച്ചുകൊണ്ട് കേറ്റി പറയുന്നത്. ഇവിടെ ഇപ്പോൾ BJP-യുടെ ഈ നീക്കങ്ങളെ സംശയിക്കേണ്ടി വരുന്നത് ജിൻഷാദ് ഇപ്പോൾ 1 ഡസണിലധികം നേതാക്കളുടെ പേര് ഉയർത്തിയല്ലോ. അവരൊക്കെയും ആരോപണങ്ങളും അന്വേഷണവും നേരിട്ടവരായിരുന്നു. ഞാനും അതാണ് തുടക്കത്തിൽ ചോദിച്ചത്. BJP-യിലേക്ക് എത്തുന്നതുകൂടി അത് നിലയ്ക്കുന്നു. അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നുള്ളതല്ലെങ്കിലും അതിന്റെ വേഗത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലയ്ക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് വാസ്തവത്തിൽ P. ശരത്ചന്ദ്ര റെഡ്ഡി എന്ന മാപ്പുസാക്ഷിയുടെ മൊഴിയല്ലാതെ ഈ അറസ്റ്റിനും മറ്റു കോലാഹലങ്ങൾക്കും ആധാരമായിട്ടുള്ളത്? കൃഷ്ണദാസ് ഇപ്പോൾ പറയുന്നു മറ്റ് നേതാക്കൾ മനീഷ് സിസോദിയ അടക്കമുള്ളവരെ മുൻപ് അറസ്റ്റ് ചെയ്തില്ലേ, കസ്റ്റഡിയിലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്ര കാലം കൊണ്ട് നിങ്ങൾ പറയുന്ന 600 കോടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവ്, ആ പണം എവിടെ എന്നുള്ളത് കണ്ടെത്താനായിട്ടുണ്ടോ കൃഷ്ണദാസ്? അസിത, അതിൻ്റെ ഒറ്റ വാക്കിൽ ഞാൻ ആ ഉത്തരം അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അന്വേഷണ ഏജൻസികൾ കളക്ട് ചെയ്യുന്ന എവിഡൻസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ, അതെല്ലാം കോടതിക്ക് മുൻപിലാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ മുൻപിലാണ് ഉണ്ടാവുക. അത് പത്രമാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ പൊതുസമൂഹത്തിലും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ടാണല്ലോ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാത്തത്. എന്താണ്? ആ കേസിൽ കുറ്റപത്രം വരെ സമർപ്പിച്ചു കഴിഞ്ഞു, എന്നിട്ടും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വളരെ ഗൗരവമുള്ള കേസാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ ഗൗരവമുള്ള കേസിലാണ് ഇപ്പോൾ കെജ്രിവാളും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെയാണ് മറ്റുള്ള ആളുകളും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കേസിന്റെ ഗൗരവത്തെ കുറച്ച് കാണേണ്ടതില്ല. നോക്കൂ, വളരെ സാങ്കല്പികമായ ഒരു ചോദ്യമാണെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ഞാനത് വെറുതെ ചോദിക്കുകയാണ്. മുൻപുള്ള ഉദാഹരണങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ്. നാളെ ഈ മനീഷ് സിസോദിയോ അരവിന്ദ് കെജ്രിവാളോ BJP-യിലേക്ക് വന്നാൽ ഈ കേസിന്റെ ഭാവി എന്താകും? അസിത, നമ്മൾ അങ്ങനത്തെ ഒരു ഹൈപ്പോത്തിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല, ചോദ്യം ഹൈപ്പോത്തറ്റിക്കൽ ആണെങ്കിലും ഇതിന് മുൻപുള്ള ഉദാഹരണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇതിന് മറുപടി പറയാൻ കഴിയാത്തത്. അല്ലെങ്കിൽ താങ്കൾ ഒറ്റ വാക്കിൽ പറഞ്ഞേനെ BJP-യിലേക്ക് വന്നാലും കുറ്റക്കാരാണെങ്കിൽ അന്വേഷണം നേരിടണമെന്ന്. താങ്കൾക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? താങ്കൾ അങ്ങനെ പറഞ്ഞാൽ 1 ഡസണിലധികം നേതാക്കളുടെ പേര് നമുക്കിവിടെ നിരത്തേണ്ടി വരും. അസിത, രാഷ്ട്രീയ പാർട്ടി മാറി എന്നുള്ളത് കൊണ്ടൊരു കേസ് അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നതിൻ്റെ അത്ര മൗഢ്യം എനിക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതെങ്കിലും ഒരു പാർട്ടി മാറി എന്നുള്ളത് കൊണ്ട് ഒരു കേസിൻ്റെയും അന്വേഷണം പൂർത്തിയായിട്ടില്ല, അന്വേഷണം അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതൊക്കെ വെറുതെ നമുക്ക് രാഷ്ട്രീയ ശാരദ ചിട്ടി ഫണ്ട് കേസ് ഇപ്പോൾ എവിടെയായി? രാജ്യം ഒരു വേഗതയും കുറയില്ല. ഞാൻ പറയാം. അതായത് നിങ്ങൾ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതെല്ലാം ആസ്വദിച്ച് കേട്ടുകൊണ്ടിരുന്നത് അതെല്ലാം BJP-ക്കെതിരാണ് എന്നുള്ളത് കൊണ്ടാണ്. 1 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്കെതിരായപ്പോൾ, ഇടതുപക്ഷത്തിനെതിരായപ്പോൾ, മുഖ്യമന്ത്രിക്കെതിരായപ്പോൾ, മാസപ്പടി കേസിലേക്ക് വന്നപ്പോൾ ഉടനെ വിഷയം മാറ്റിയല്ലോ. എന്തുകൊണ്ട് വിഷയം മാറ്റി? അപ്പോൾ ഞാൻ പറയുന്നത് വിഷയം മാറ്റിയാലും ഈ രാജ്യത്ത് കേന്ദ്രം ഭരിക്കുന്ന BJP-ക്ക് കേരളത്തിലെ CPM-യുമായി അന്തർധാര ഉണ്ടെന്നാണെങ്കിൽ താങ്കൾ അതിന് മറുപടി പറഞ്ഞോളൂ. പൊളിറ്റിക്കൽ ആരോപണമാണത്. കേറ്റിയെ പോലെ തന്നെ താങ്കളും ബാധ്യസ്ഥനാണ്. മറുപടി പറഞ്ഞോളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് ഇല്ലാതെയായിട്ടുണ്ടോ? അങ്ങനെ കേരളത്തിൽ ED അന്വേഷിക്കുന്ന കേസുകൾ ഏതെങ്കിലും ഇല്ലാതെയായോ? അതിലെന്തെങ്കിലും വേഗത കുറഞ്ഞോ? ED അന്വേഷിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി കേസുകൾ ഏതെങ്കിലും ഇല്ലാതെയായോ? അതൊക്കെ കോൺഗ്രസിൻ്റെ ബാലിശമായ ആരോപണങ്ങൾ മാത്രമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ ഇല്ലാതെയായോ? അതതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അതിൽ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കൃത്യമായി നടക്കുന്നുണ്ട്. അസിതയ്ക്ക് എന്താ ആവശ്യം? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണമെന്നാണോ? മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രതികളാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അവരും അറസ്റ്റിലാകും. അതിലെന്താ തർക്കമുള്ളത്? അത് ഞാനാണെങ്കിലും അസിതയാണെങ്കിലും ഈ പാനലിലുള്ളവരാണെങ്കിലും ആരാണെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതികളായാൽ അറസ്റ്റ് ചെയ്യപ്പെടും. സ്വാഭാവികമല്ലേ? കേസ് തന്നെ ഇല്ലാതാകും, അല്ലെങ്കിൽ BJP-യുടെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഗവർണർ. അതാണല്ലോ